നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 956th day. Today 39th sloka of Pradamaskandam 11th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 956 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം. ഈ അധ്യായത്തിലെ സമാപ്തി ശ്ലോകം കൂടിയാണിത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തം മേനിരേ ബലാമൂഢ സ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തൂരീശ്വരം മദയോ യഥാ. ഓം തത്സത്. തം മേനിരേ ബലാമൂഢ സ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തൂരീശ്വരം മദയോ യഥാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തം മേനിരേ അബല മൂഢ സ്ത്രൈണം ച അനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തു ഈശ്വരം മദയഃ യഥാ. അതായത് മൂഢ അറിവില്ലാത്തവരായ അബല സ്ത്രീകൾ തം അവനെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ, സ്ത്രൈണം സ്ത്രീകൾക്കധീനനും, രഹ ഏകാന്തത്തിൽ, അനുവ്രതം അനുസരിക്കുന്നവനും, അവരുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിക്കുന്നവനും, ഭർത്താവിൻ്റെ അപ്രമാണവിധ പ്രമാണത്തെ അറിയാത്തവരായിട്ട് മീനിരെ വിചാരിച്ചു, മദയഃ മതികൾ അല്ലെങ്കിൽ അഹംവൃത്തികൾ, ഈശ്വരം യഥാ ഈശ്വരനായ ക്ഷേത്രജ്ഞനെ എന്ന പോലെ. അതായത് അഹങ്കാര വൃത്തികൾ ഉള്ളവർ, അതായത് ഞാനാണ് എല്ലാം എന്ന് കരുതി തന്നിൽ അഹങ്കാരം കാണുന്നവൻ തൻ്റെ ഉള്ളിലുള്ള ആ ഭഗവാന്റെ ക്ഷേത്രജ്ഞനായ ആത്മാവിനെ തനിക്ക് സ്വാധീനനാണ്, ഞാൻ ആത്മാവിനെയാണ് അടക്കി ഭരിക്കുന്നത് എന്ന് കരുതുന്ന പോലെ ഈ സ്ത്രീകളൊക്കെ ഭഗവാൻ തങ്ങളുടെ പതിയാണ്, തങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നവനാണ്, തങ്ങളുടെ അജ്ഞാനുവർത്തിയാണ് ഭഗവാൻ എന്ന് അറിവില്ലാത്ത മൂഢരായിട്ടുള്ള ആ സ്ത്രീകൾ, അബലകളായിട്ടുള്ള ആ സ്ത്രീകൾ ഭഗവാനെ വിചാരിച്ചു. ഈശ്വരനായ ക്ഷേത്രജ്ഞനെ അവർ അപ്രകാരം കരുതി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവിനെ അറിയാതെ ആത്മാവ് നമ്മൾക്ക് അധീനമാണ് എന്ന് കരുതുന്നത് പോലെ, ആ ആത്മാവാണ് നമ്മെ നിലനിർത്തുന്നത്, ആത്മാവിലാണ് നാം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്നത് പോലെ ആ സ്ത്രീകളും ഭഗവാൻ സർവസ്വവുമാണ്, ഭഗവാനിലാണ് തങ്ങളുടെ നിലനിൽപ്പ് എന്ന് മനസ്സിലാക്കാതെ തങ്ങൾക്ക് അധീനനാണ് തങ്ങളുടെ പതിയായിട്ടുള്ള ഭഗവാൻ എന്ന് ധരിച്ചു. അറിവില്ലാത്ത ആ സ്ത്രീകൾ ധരിച്ചു. അപ്രകാരം തന്നെയാണ് അഹങ്കാരികളായിട്ടുള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ്. ഈ ശ്ലോകത്തോടു കൂടി ഈ അധ്യായം സമാപിക്കുകയാണ്. സമർപ്പണ ശ്ലോകമാണിത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി. തമ്മേനിരേ ബലാമൂഢ സ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തൂരീശ്വരം മദയോ യഥാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായാം പ്രഥമസ്കന്ധേ ഏകാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്തെ സമർപ്പിക്കുന്നു. ഗീതാരാജ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.